ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സ്വാഗതം. കർക്കിടക ആകുന്നുണ്ട്, നമുക്ക് കർക്കിടകക്കഞ്ഞി വെച്ചാലോ? ഞാൻ ഉലുവാക്കഞ്ഞിയാണേ വെക്കുന്നത്. അത് നിങ്ങൾക്കൂടെ കാണിച്ചു തരാമെന്ന് കണ്ടു, പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അല്ലാതെ അതെല്ലാം വെന്ത് വന്നെല്ലാം എടുക്കുമ്പോൾ ഒരുപാട് ലെന്തി ആവൂലേ, ഒരുപാട് ദൂരമായി പോവും, മിനിറ്റുകളായിപ്പോവും. അത് കാരണം ഇങ്ങനെ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. ഉലുവ കഴുകി കുതിരാനിടുക, കഴുകിയെടുക്കുക, അടുപ്പത്ത് വെച്ച് വേവിക്കുക. അതിൻ്റെ കുറച്ച് വെള്ളം അതിൻ്റെ വെള്ളം വേണമെങ്കിൽ കുടിക്കാം, നല്ലതാണ്. നടുവേദനയ്ക്കൊക്കെ ഫസ്റ്റാണ് ഉലുവ. ആ വെള്ളം മാറ്റി വെക്കുക. അതിന് രണ്ടാമത് വെള്ളം ഒഴിച്ചിട്ട് ഉലുവ അടുപ്പത്ത് വെച്ച് വേവിക്കുക. അതിൽ കുറച്ച് നേരിയരിയോ കുത്തരിയില്ലേ, ചുമന്നരി, അതോ നമുക്ക് ഇഷ്ടമുള്ള സാധനം വെച്ച് കഞ്ഞിയാക്കാം. ഇട്ട് അടുപ്പത്ത് കുക്കറിലിട്ട് 2 വിസിലാകുമ്പോൾ എടുക്കുക. എന്നിട്ട് അതിലേക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിക്കുക. എന്നിട്ട് ആവശ്യക്കാർക്ക് വേണമെങ്കിൽ മധുരം ചേർക്കാം, ഇല്ലെങ്കിൽ ഉപ്പ് ഇട്ടാൽ മതി. ഉപ്പ് ഇട്ട് കുടിക്കാൻ പറ്റും. നല്ലൊരു മരുന്ന് കഞ്ഞിയാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി കഴിക്കുക. അതിലേക്ക് ഞാൻ എന്തെടുക്കും, 2 സ്പൂണ് നെയ്യ് ഒഴിക്കും. 2 സ്പൂണ് നെയ്യ് ഒഴിക്കുക. ഞാൻ ലേശം ഇടുന്നുള്ളൂ, എനിക്ക് നെയ്യ് ഇഷ്ടമല്ല, അതുകൊണ്ട് ലേശം ഇടുന്നുള്ളൂ. പഞ്ചസാര ഇടുക. വേണ്ടുന്നവർ പഞ്ചസാര ഇട്ട് ഉപയോഗിക്കുക, വേണ്ടാത്തവർ പഞ്ചസാര ഇടുകയും വേണ്ട. അങ്ങനെ നമ്മുടെ ഉലുവാക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും സപ്പോർട്ടൊക്കെ തരിക. പിന്നുണ്ടല്ലോ, പ്രധാനപ്പെട്ട ഒരു കാര്യം, സബ്സ്ക്രൈബ് തരണേ, മറക്കരുത്. ഒരു സബ്സ്ക്രൈബ് കൂടെ തരിക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് തരണേ, കമൻറ്റ് വിടുക. ഇതാണ് മക്കളെ നമ്മുടെ ഉലുവാക്കഞ്ഞി. അടിപൊളി കഞ്ഞിയാണ്. നമുക്ക് നടുവേദന എല്ലാം മാറിക്കിട്ടും. ഉലുവാക്കഞ്ഞി കുടിച്ചാൽ എന്തെല്ലോ അസുഖത്തിന് പറ്റിയതാണ് ഉലുവ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയി കാണാം. ബൈ, അസ്സലാമു അലൈക്കും.